പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. ലിവർപൂളിനോട് ഏകദേശം അടുത്ത് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബ്ലാക്ക് പൂൾ. അങ്ങോട്ടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ ഏകദേശം 3 മണിയോടുകൂടിയാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത്. ലിവർപൂളിൽ നിന്ന് ബ്ലാക്ക് പൂൾ വരെ ഏകദേശം 60 മൈൽ ദൂരമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 3 മോട്ടോർ വേകളിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ ബ്ലാക്ക് പൂളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ യാത്രയാണ് ലിവർപൂളിൽ നിന്നും ബ്ലാക്ക് പൂൾ വരെയുള്ള സമയം. അപ്പോൾ ഏകദേശം ഒരു 4:30 നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ബ്ലാക്ക് പൂളിലേക്ക് എത്തിച്ചേർന്നു. ആദ്യം നമ്മൾ നേരെ പോയത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്കാണ്. നേരെ റൂമിലെത്തി നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഏകദേശം ചെറിയൊരു റൂമാണ് നമ്മൾ എടുത്തത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ റൂം തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയി. തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയത്. ഞങ്ങൾ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് ഓർഡർ ചെയ്തത്. മോള് ഫ്രൈസും ഐസ്ക്രീം എല്ലാമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നഗരത്തിൻ്റെ രാത്രികാല കാഴ്ച കാണാനായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയുണ്ടായി. അപ്പോൾ കാഴ്ചയെല്ലാം കണ്ട് തിരിച്ച് നമ്മൾ റൂമിലേക്ക് എത്തി. അപ്പോൾ രാവിലെ നഗരത്തിൻ്റെ മറ്റ് കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ 2ാം ദിവസത്തിലെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ സീ ലൈഫ് കാണാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതിൻ്റെ കാഴ്ചകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള കടൽ ജീവികളെ നേരിട്ട് കാണാൻ സാധിച്ചത് അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് മോളായിരുന്നു. ഷാർക്ക് പോലുള്ള വലിയ മത്സ്യങ്ങൾ തൊട്ട് ജെല്ലി ഫിഷ്, സ്റ്റാർ ഫിഷ് തുടങ്ങിയ ചെറിയ മത്സ്യങ്ങൾ അടക്കം നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയുണ്ടായി. അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. നമുക്ക് ഇത്രയും അടുത്ത് ഇത്രയും വലിയ കടൽ ജീവികളെ കാണാൻ കഴിഞ്ഞത് അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു.
സീ ലൈഫിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നീട് നേരെ പോയത് ബ്ലാക്ക് പൂളിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ കടലിൻ്റെ സൈഡായത് കാരണം കടുത്ത തണുപ്പായിരുന്നു. ഞങ്ങൾ പോയ ദിവസം കാറ്റും വളരെ ശക്തിയായിരുന്നു. അന്ന് കടലിലേക്ക് ഇറങ്ങുന്ന എല്ലാം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാറ്റിൻ്റെ ശക്തി കാരണം ക്യാമറയെല്ലാം വളരെയധികം ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിനെല്ലാം ഓവർകം ചെയ്ത് നമ്മൾ മാക്സിമം വിഷ്വലെല്ലാം ഷൂട്ട് ചെയ്തെടുക്കുകയുണ്ടായി. അപ്പോൾ ബ്ലാക്ക് പൂളിലെ ലൈറ്റ് വളരെ പ്രശസ്തമാണ്. ദൂരദേശത്ത് നിന്നും ആൾക്കാരെല്ലാം ഈ ലൈറ്റ് കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. ലിവർപൂളാണ് ബ്ലാക്ക് പൂളിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സിറ്റി. പക്ഷേ ഇവിടുത്തെ ലൈറ്റ് കാണാനായിട്ട് വളരെ ദൂരദേശത്ത് നിന്ന് പോലും ആൾക്കാർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ കോറൽ ഐലൻഡിൽ എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ കാസിനോ ഒരു ഗെയിം സെൻറ്ററിലേക്കാണ് പിന്നീട് നമ്മൾ പോയത്. അവിടുത്തെ കാഴ്ചകളെല്ലാം വളരെ വ്യത്യസ്തമാണ്. ശരിക്കും മോളാണ് ശരിക്കും അത് എൻജോയ് ചെയ്തത്. അവിടുത്തെ കാഴ്ചകളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. അതും ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു നമുക്ക്.
പിന്നീട് നമ്മൾ ബ്ലാക്ക് പൂളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ലൈറ്റ് ഷോ കാണാനായിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള കാറ്റും വെതർ അനുകൂലമല്ലാത്തത് കാരണം നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. ഡിസംബർ മാസത്തിലെ ഫസ്റ്റ് വീക്കിൽ ഇവിടുത്തെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വളരെ മനോഹരമാണ് ഇവിടുത്തെ ലൈറ്റ് ഷോ കാണാനായിട്ട്. അപ്പോൾ ബ്ലാക്ക് പൂൾ ട്രിപ്പ് വളരെ എൻജോയ് ചെയ്യാൻ സാധിച്ചു ഞങ്ങൾക്ക്. മോളാണ് ശരിക്കും എൻജോയ് ചെയ്തത്. അപ്പോൾ ഈ ബ്ലാക്ക് പൂളിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.